അപ്പോൾ ഈസ്റ്ററൊക്കെ എല്ലാവരും ആഘോഷിച്ചില്ലേ? ഞങ്ങളും കുഴപ്പമില്ലാതെ ഈസ്റ്ററൊക്കെ ആഘോഷിച്ചു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് അത്യാവശ്യം തിരക്കുള്ള ദിവസങ്ങളായിരുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മളുടെ ഇന്നത്തെ ഓർഡേഴ്സ് കേട്ടോ. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നമുക്കൊന്ന് കാണാം കേട്ടോ. അപ്പോൾ ഇന്ന് ആദ്യം തന്നെ ചെയ്യുന്നത് ദേ ഈ ഒരു വാനില കേക്കാണ് കേട്ടോ. ഇന്ന് എൻ്റെ ഹസ്ബൻഡിൻ്റെ ബ്രദറിൻ്റെ കുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു, ഫസ്റ്റ് ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ ലൂക്കയ്ക്ക് വേണ്ടിയിട്ട് ചെയ്ത കേക്കായിരുന്നത്. ഈ ഒരു കേക്ക് നമ്മൾ രാവിലെ തന്നെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ബൈബിൾ ഞാൻ തലേ ദിവസം തന്നെ സെറ്റായി ഡ്രൈ ആവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഫോണ്ടൻ്റ് വെച്ചിട്ടാണ് കേട്ടോ റെഡിയാക്കിയത്. പിന്നെ നമ്മളുടെ ഈ ഒരു കൊന്ത നമ്മൾ ഷുഗർ ബീഡ്സ് വെച്ചിട്ടാണ്, അത് നമ്മൾ ഡെക്കറേഷൻ എല്ലാം കഴിഞ്ഞിട്ട് മേളിലേക്ക് ഇതുപോലെ വെച്ച് അറേഞ്ച് ചെയ്യാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ കേക്ക് സെറ്റ് ചെയ്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ലൂക്കയുടെ ബർത്ത്ഡേ ഒരു ഓർഫനേജിൽ പോയിട്ട് അവിടെ വെച്ച് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ തന്ന ടൈം നമുക്ക് രാവിലെ ഒരു 8:30 ആകുമ്പോഴേക്കും എത്തണമെന്നായിരുന്നു. അങ്ങനെ കേക്കൊക്കെ വാങ്ങിച്ച് അവർ പോവാണ് കേട്ടോ. ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ ചേട്ടൻ പോയിട്ടുണ്ടായിരുന്നു വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് കേട്ടോ. അങ്ങനെ അത്യാവശ്യം നമ്മൾക്ക് വേണ്ടിയിട്ട് കുറച്ച് വീഡിയോസൊക്കെ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ എത്തി. ഇവരുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളും എല്ലാം കറക്റ്റ് ടൈമിങ്ങിലായത് കാരണം ആ ഒരു ടൈമിലായിരുന്നു നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്ത് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു കേട്ടോ. അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിക്കുന്നതിൻ്റെ തിരക്കിലായിരുന്നു. ആ ഒരു ടൈമിൽ നമ്മൾ കേക്ക് കട്ട് ചെയ്തിട്ടോ. ഒരുപാട് അമ്മമാരൊന്നും ഉണ്ടായിരുന്നില്ല, കുറച്ച് അമ്മമാരേ ഉള്ളൂ കേട്ടോ. എന്നാലും അവരുടെ ആ ഒരു സന്തോഷവും ചിരിയൊക്കെ കണ്ടപ്പോൾ നമുക്കും ഒരുപാട് സന്തോഷമായിട്ടോ. ഇതൊക്കെയല്ലേ നമ്മൾക്ക് ഇവരെ പോലെ ഉള്ളവർക്ക് കൊടുക്കാൻ പറ്റിയ ചെറിയ ചെറിയ സന്തോഷങ്ങൾ. ചേട്ടൻ്റെ കൂടെ ഞാൻ പോയില്ലായിരുന്നെങ്കിലും ഈ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യുന്ന ടൈമിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെയൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഒരു സങ്കടം തോന്നിയായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളുടെ ലൂക്കാച്ചൻ്റെ ബർത്ത്ഡേ നമ്മൾ ഇവിടുത്തെ ഈ ഒരു സെലിബ്രേഷനൊക്കെ ഏകദേശം വൈൻഡപ്പ് ചെയ്യാറായിട്ടോ. കുറച്ച് വീഡിയോസും ഫോട്ടോസും കൂടിയൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് പോന്നു കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഈവനിങ്ങിലേക്ക് സെറ്റ് ചെയ്യാനായിട്ടുള്ള കേക്ക് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്ന ഉടനെ തന്നെ നമ്മൾ കേക്ക് ചെയ്യാനായിട്ട് നിന്നിട്ടോ. അപ്പോൾ ഇതേപോലെയുള്ളൊരു റെയിൻബോ തീം എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പേര് മാറ്റിയിട്ട് ലൂക്കാന്നാക്കാനായിരുന്നു കേട്ടോ. അപ്പോൾ അതിനുള്ള വർക്ക് ഞാൻ ചേട്ടനെ ഏൽപ്പിച്ചു. ഇതെന്നിട്ട് നമുക്ക് പ്രിൻ്റ് എടുക്കാനായിട്ട് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ അതിൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ പ്രിൻ്റ് എടുക്കാനായിട്ട് കൊടുത്തു. ഇത് നമുക്ക് ഈവനിങ്ങിൽ ബർത്ത്ഡേ ഫംഗ്ഷന് വേണ്ടിയിട്ട് കട്ട് ചെയ്യാനായിട്ടായിരുന്നു. അപ്പോൾ നമ്മളുടെ ബലൂണും കാര്യങ്ങളൊക്കെ ഒരു ബ്ലാക്ക് ആൻഡ് യെല്ലോ തീമായിരുന്നു. അപ്പോൾ അത് കാരണം കേക്കിനും നമ്മൾ ആ ഒരു ഷെയ്ഡ് കൊടുത്തു. പിന്നെ കേക്കിനൊരു ബ്ലൂ ഷെയ്ഡും കൂടി എക്സ്ട്രാ കൊടുത്തിട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കൊക്കോ മെലൺ പ്ലസ് ജീസസ് തീമിലാണ് നമ്മൾ കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഈ ഒരു 3 കളർ വെച്ചിട്ടാണ് നമ്മൾ ഷെയ്ഡ്സ് കൊടുത്തിട്ട് കേക്ക് ഒന്ന് ഫൈനൽ കോട്ട് ചെയ്തെടുത്തത്. എന്നിട്ട് നമ്മളിത് ഈ പ്രിൻ്റ് എടുത്ത ആ ഒരു റെയിൻബോയും പിന്നെ മേളിൽ ഇതുപോലെ ഒരു ജീസസും പിന്നെ ഒരു ബോയ് ബേബിയും കൂടിയുള്ള ഒരു സ്റ്റിക്കറും കൂടി വെച്ചിട്ടോ. പിന്നെ ഒരു 5 കപ്പ് കേക്കും കൂടി സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതായിരുന്നു നമ്മളുടെ വൈകുന്നേരത്തേക്ക് കട്ട് ചെയ്യാനുള്ള ലൂക്ക് ബേബിയുടെ കേക്ക് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ സെറ്റ് ചെയ്തു. അവിടെ പോയിട്ട് നമ്മൾ ടേബിളിലേക്ക് എല്ലാവരും സെറ്റ് ചെയ്ത് റെഡിയാക്കിയിട്ടോ. അവിടെ ചെന്നപ്പോഴേക്കും ബലൂണും കാര്യങ്ങളൊക്കെ ഇട്ട് നന്നായിട്ട് ഡെക്കറേഷനൊക്കെ ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. നൈറ്റ് ഒരു 7:30 ആകുമ്പോഴേക്കും ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യാമെന്നായിരുന്നു പരിപാടി. അപ്പോൾ നമ്മളുടെ ടൈമൊക്കെ ആയപ്പോഴേക്കും നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്യാനായിട്ട് നിന്നിട്ടോ. ലൂക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു, നല്ല ചിരിയും കളിയൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളുടെ കേക്കൊക്കെ കട്ട് ചെയ്തു. ലൂക്ക ബേബിയുടെ ബർത്ത്ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്തിട്ടോ. അവനും ഭയങ്കര ഹാപ്പി ആയിരുന്നു. ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ ഹാപ്പി ബർത്ത്ഡേയുടെ പാട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഗിഫ്റ്റൊക്കെ കൊടുത്ത് ഫുഡൊക്കെ കഴിച്ചിട്ട് രാത്രി വീട്ടിൽ വന്നു. നമ്മളുടെ അടുത്ത കേക്കിൻ്റെ പരിപാടിക്ക് നിന്നു കേട്ടോ. പിറ്റേ ദിവസത്തേക്ക് നമുക്കൊരു ബാപ്റ്റിസത്തിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു 6 ഡോണറ്റ്സും 6 കപ്പ് കേക്കും പിന്നെ ഒരു കേക്കും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ നമുക്ക് ഡെലിവറി ചെയ്യേണ്ടതായത് കാരണം ഞാൻ തലേ ദിവസം രാത്രി തന്നെ ഇതൊന്ന് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. കേക്കിലേക്ക് നമുക്ക് ഒരുപാടൊന്നും ഡെക്കറേഷൻസ് ഇല്ല, ഫ്ലവേഴ്സും പിന്നെ ഒരു കുരിശൊക്കെ വെക്കാനായിരുന്നു. അങ്ങനെ കേക്കിൻ്റെയും കപ്പ് കേക്കിൻ്റെയും അതുപോലെ ഡോണറ്റ്സിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഡെലിവറി ചെയ്യാനായിട്ട് പോവാം കേട്ടോ. രാവിലെ ഒരു 11:30 മണിയാകുമ്പോഴേക്കും നമുക്ക് ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യും. ആ ടൈമിൽ എത്താനാണ് പറഞ്ഞത്. അങ്ങനെ നമ്മൾ കറക്റ്റ് ടൈമിൽ തന്നെ നമ്മൾ ഓഡിറ്റോറിയത്തിലെത്തി. അവിടെ ചെന്നിട്ട് വേണം നമുക്ക് ആ ഫ്ലവേഴ്സും അതുപോലെ തന്നെ കുരിശൊക്കെ കേക്കിലേക്ക് വെക്കാനായിട്ട്. അപ്പോൾ അവിടെ ചെന്ന ഉടനെ നമ്മൾ ഇതുപോലെ കുറച്ച് വീഡിയോസൊക്കെ ഒന്ന് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതേപോലെയുള്ള ഫംഗ്ഷൻസ് വരുമ്പോൾ ഒരുപാട് നേരത്തെ പോയിട്ട് ഡെലിവറി ചെയ്യാനായിട്ട് നല്ല ടെൻഷനാണ് കേട്ടോ. വേറൊന്നും കൊണ്ടല്ല, ചൂട് നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറമാണ്. പ്രത്യേകിച്ച് ഇതേപോലെ ആസ്പെറ്റോസിൻ്റെ വർക്കും പിന്നെ അതേപോലെ AC അല്ലാത്ത റൂമുകളൊക്കെ ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ടെൻഷൻ വരും. പക്ഷേ നമുക്ക് വേറൊരു നിവൃത്തിയില്ല, നമുക്ക് കൊണ്ടുപോയി സെറ്റ് ചെയ്തല്ലേ പറ്റുള്ളൂ. അപ്പോൾ പ്രത്യേകം ഞാൻ ഈ ഒരു സീസണൊക്കെ ആകുമ്പോൾ കസ്റ്റമറോട് പറയാറുണ്ട്, ഒരുപാട് നേരത്തെ കൊണ്ടുവന്ന് നമ്മൾ സെറ്റ് ചെയ്യില്ല, കുറച്ച് ലേറ്റായിട്ട് സെറ്റ് ചെയ്യണതായിരിക്കും എപ്പോഴും നല്ലതെന്ന്. ശരിക്കും 2 ഫംഗ്ഷൻ ഉണ്ടായിരുന്നത്. ഇവരുടെ മൂത്ത കുട്ടിയുടെ ഫസ്റ്റ് ഹോളി കമ്മ്യൂണിയനും 3ാമത്തെ കുട്ടിയുടെ ബാപ്റ്റിസം ആയിരുന്നു കേട്ടോ. അപ്പോൾ രണ്ടും കൂടി അവർ പുറത്തായത് കാരണം ഒരുമിച്ചാണ് സെലിബ്രേറ്റ് ചെയ്തത്. അപ്പോൾ ബാപ്റ്റിസത്തിൻ്റെ ആ ഒരു കളർ തീമിലായതുകൊണ്ടാണ് നമ്മൾ പിങ്ക് ഷെയ്ഡും കൂടി കൊടുത്തിട്ടുണ്ടായത് കേട്ടോ. അങ്ങനെ നമ്മളുടെ കേക്കൊക്കെ ഒന്ന് സെറ്റ് ചെയ്തു. നല്ല ചൂടായിരുന്നു കേട്ടോ ഈ സെറ്റ് ചെയ്യുന്ന ടൈമിലൊക്കെ. പിന്നെ നമ്മുടെ ഡോണറ്റ്സിൻ്റെ ആ ഒരു ഡിസൈനുമ്പോഴും നമ്മൾ
സ്റ്റിക്കർ വെച്ചിട്ടാണ് ആ ഒരു ക്രോസ് ചെയ്തിട്ടുണ്ടായത്. സെയിം ക്രോസ് തന്നെ നമ്മൾ ഇതേപോലെ കപ്പ് കേക്കിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ ഐറ്റംസും സെറ്റ് ചെയ്തതിന് ശേഷമുള്ള ഒരു ഫൈനൽ ലുക്ക് ഇതായിരുന്നു കേട്ടോ. കേക്കും കപ്പ് കേക്കും ഡോണറ്റ്സും ഈ ഒരു ഇത്രയും സെറ്റിന് നമുക്ക് 1800 രൂപയാണ് റേറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇടയ്ക്ക് നമുക്ക് കമൻറ്റിലൊക്കെ ഇതുപോലെ റേറ്റ് എത്രയാണ് ടോട്ടൽ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കാറുണ്ട്. അത് നമുക്ക് കറക്റ്റ് ഒരു എമൗണ്ട് പറയാൻ പറ്റില്ല കേട്ടോ. കാരണം ഈ ഒരു ഡെസേർട്ട് ഐറ്റംസിൻ്റെ ഒക്കെ എണ്ണത്തിനും അതുപോലെ കേക്കിൻ്റെ ഡെക്കറേഷനും ഫ്ലേവേഴ്സൊക്കെ അനുസരിച്ച് റേറ്റിനും വ്യത്യാസം വരും കേട്ടോ. പിന്നെ ഈ പ്രാവശ്യം നമ്മൾ കേക്ക് സെറ്റ് ചെയ്യാനായിട്ട് പോയപ്പോൾ നമ്മളുടെ സ്റ്റേജിൻ്റെ വർക്കൊക്കെ തരുന്ന ജുവിൻ ഇതേപോലുള്ളൊരു സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ടായിട്ടോ. അപ്പോൾ നമ്മളുടെ സ്റ്റേജിൽ നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് വരുന്നവർക്ക് നമ്മൾ പണ്ട് കണ്ടിട്ടുണ്ടാകും ചെറിയൊരു താങ്ക്സ് കാർഡ് പോലെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് പകരം അവർ റെഡിയാക്കിയൊരു സംഭവമായിരുന്നു. കണ്ടപ്പോൾ നല്ല ഭംഗി തോന്നിയായിരുന്നു, ഞാൻ വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിനി വീട്ടിൽ പോയിട്ട് നമ്മുടെ ബാക്കി കേക്കിൻ്റെ വർക്കൊക്കെ ചെയ്യാം. ഇതൊരു 1/2 kg ന്യൂട്ടല്ല കേക്കായിരുന്നു. അപ്പോൾ കസ്റ്റമർ നമുക്ക് ഓൾറെഡി റെഫറൻസും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിട്ടോ. അതനുസരിച്ചാണ് നമ്മൾ മോഡൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഉള്ളിൽ നമ്മൾ ഫില്ലിങ്ങിലൊക്കെ ന്യൂട്ടലയും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് പുറത്തെ ഈ ഒരു ഡെക്കറേഷൻ ന്യൂട്ടലയും അതുപോലെ തന്നെ മിൽക്ക് ചോക്ലേറ്റ് ഗനാഷും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ കൊടുത്തേട്ടോ. എന്നിട്ട് ഇതേപോലെ ഒന്ന് സെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മേലിൽ ഫ്രഷ് സ്ട്രോബെറീസ് വെക്കണമെന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ ഇതുപോലെ സ്ട്രോബെറിയൊക്കെ വാങ്ങിച്ച് കുറച്ച് തിളപ്പിച്ച വെള്ളത്തിലിട്ട് കുറച്ച് നേരം ഒന്ന് വെച്ച് നമ്മളൊന്ന് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മേലിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വെഡ്ഡിങ് ആനിവേഴ്സറി കേക്ക് ആയത് കാരണം പേരൊന്നും എഴുതി ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. ഇതിൻ്റെ മേലിലേക്ക് ഒരു ഹാപ്പി ആനിവേഴ്സറിയുടെ ടോപ്പർ മാത്രം വെച്ചാൽ മതി എന്നാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഈ ഒരു കേക്ക് സെറ്റ് ചെയ്തു. പിന്നെ നമുക്കൊരു 1 kg ഓറിയോ കേക്കും കൂടി ഉണ്ടായിട്ടോ. അതിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് ജസ്റ്റ് ഒരു ഫോട്ടോ മാത്രം കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കേക്കുകളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ടാറ്റാ.